ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ക്രൂയിസ് ലൈനായ കോഡേലിയ ക്രൂയിസസിന്റെ എംബ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷറി ക്രൂയിസ് ഷിപ്പ്. ഈ ലക്ഷറി ഷിപ്പിൽ 5 സ്റ്റാർ കാറ്റഗറികളുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് പാസഞ്ചേഴ്സിന് വേണ്ടി ഈ ക്രൂയിസിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഷിപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഷിപ്പിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് നടത്തിയ യാത്രയെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ലക്ഷദ്വീപ് ക്രൂയിസിന്റെ 3ാമത്തെ ദിവസമാണ്. 3 ദിവസം ആയി നമ്മളിപ്പോൾ ക്രൂയിസിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രാവിലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു സൂര്യോദയമാണ് നമ്മൾ കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് വൃത്തിക്കും വെടുപ്പിനും കാണാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ടോപ്പ് ഡെക്ക് നമ്പർ 10 പോയി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കടലും സൂര്യനും ഒക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ചിരുന്നു. അതിനുശേഷം താഴെ പോയി കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അതേ ഡെക്കിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വ്യൂവിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളത്. ഈ റെസ്റ്റോറൻറ്റിലെ ഫുള്ള് സൈഡും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പുറത്തുനിന്ന് തന്നെ വെളിച്ചവും അതുപോലെ തന്നെ കടലിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പ് ഒരു ദിവസം ഫുള്ള് ഫ്രീ ആണല്ലോ. അപ്പോൾ ഷിപ്പൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ അച്ചായന്മാരെ വിളിക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. നല്ല പോതച്ച് മൂടി ആശാന്മാർ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ ഉറങ്ങിക്കിടന്ന ആൾക്കാരെയും കൊണ്ട് നമ്മൾ കടൽ കാണാൻ വേണ്ടിയിട്ട് ക്രൂയിസിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. 5th ഡെക്കിലാണ് ശരിക്കും ഇതേപോലെ നടക്കാനുള്ള പാസേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്നുകൊണ്ട് കടലിലോട്ട് നോക്കാനായിട്ട് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി നടുക്കടലിലാണ്. അവിടെ നിന്നുകൊണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ നീലക്കടലും അതേപോലെ തന്നെ ആകാശവും മാത്രമേ കാണാനുള്ളൂ. അതിനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. ഇത് ഈ ക്രൂയിസിലുള്ള ഒരു ഷോപ്പാണ്. റോയൽ ഷോപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഡെക്ക് നമ്പർ 5 ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷനുകൾ, അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ ഒരുപാട് ജ്വല്ലറീസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഒരുവിധപ്പെട്ട ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് കാശ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കയ്യിലുള്ള റൂം കീ കാർഡ്, അത് ജസ്റ്റ് ഒരു റൂം കീ കാർഡ് മാത്രമല്ല, അത് നമ്മൾ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് അവർ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർ കാർഡിലോട്ട് റീചാർജ് ചെയ്ത് തരും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൂയിസിലുള്ള എല്ലാ പേയ്മെൻറ്റും നമുക്ക് ഡോളറിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡായിട്ട് നമുക്ക് നമ്മുടെ റൂം കീ കാർഡ് ഉപയോഗിക്കാം. കസ്റ്റമർ സർവീസ് സെക്ഷൻ ഇത് ഡെക്ക് നമ്പർ 5 തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഒരുവിധപ്പെട്ട സർവീസുകളൊക്കെ ലഭിക്കുന്നത്. അതായത് ഷോർ എക്സ്കർഷനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യൽ, അതുപോലെ തന്നെ നമ്മുടെ റൂം കീ കാർഡ് റീചാർജ് ചെയ്യൽ, അതുപോലെ തന്നെ കടലിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടില്ല, മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് റീചാർജ് ചെയ്യേണ്ടി വരും. കുറച്ച് നല്ല റേറ്റ് തന്നെ ഉണ്ട്. അതും അങ്ങനെയുള്ള സർവീസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ആ ഒരു കസ്റ്റമർ സർവീസ് സെക്ഷൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് റിക്രിയേഷന് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യവും, അതുപോലെ തന്നെ ചെറിയൊരു ഏരിയ, ഒരു ടേബിൾ ടെന്നീസൊക്കെ വെച്ചിട്ട് ഉള്ള ചെറിയൊരു ഏരിയ, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ചോക്ലേറ്റ് സ്റ്റാള്, അതേപോലെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ക്രൂയിസിൽ പലതരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് മാർക്യോ തിയേറ്റർ. ശരിക്കും ഒരു ലക്ഷറിയസ് കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഡാൻസ് പ്രോഗ്രാമുകൾ, നാടകങ്ങൾ, അതേപോലെ തന്നെ മാജിക് ഷോസ് വരെ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ കാണാനായിട്ട് പറ്റും.
ഏത് സമയത്തും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ടോപ്പ് ഡെക്കിലുള്ള ഒരു സംഭവം. അവിടെ എപ്പോഴും മ്യൂസിക്കും പാർട്ടിയും പൂളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ സീ സിക്നെസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രൂയിസിൽ വളരെ ഒരു കുറഞ്ഞ തോതിൽ നമുക്ക് അനുഭവപ്പെടുള്ളൂ. സാധാരണ ഒരു നോർമൽ ഒരു പാസഞ്ചർ കപ്പലിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ പോലത്തെ ഒരു വോമിറ്റിങ്ങോ അങ്ങനെ ഒന്നും തോന്നൂല. ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം ഇല്ലെന്നാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ നമ്മൾ താഴത്തോട്ട് ഇറങ്ങും തോറും, അതായത് താഴേക്കുള്ള ഡെക്കിലോട്ട് പോകും തോറും, അല്ലെങ്കിൽ ഷിപ്പ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. എല്ലാവരുടെയും അവസ്ഥയിൽ ചിലപ്പോൾ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിന് മാറ്റം വരും. ഇത് ഈ ക്രൂയിസിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കസിനോ ആണ്, മഹാരാജ റോയൽ കസിനോ എന്നാണ് അതിൻ്റെ പേര്. സ്വാഭാവികമായിട്ടും കസിനോ എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് ഗെയിംസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ കരയിൽ നിന്ന് വിട്ടിട്ടാണ് ടെറിട്ടോറിയൽസ് കടന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്പേസ് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് കയറിയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. മാത്രമല്ല അതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂല. ഈ ക്രൂയിസിൽ മെയിനായിട്ട് ഈ മ്യൂസിക് കോൺസേർട്സ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ഡെക്ക് നമ്പർ 5 ചെയർമാൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് ഒന്ന് റിലാക്സ് ആവാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രൂയിസിലെ വിശേഷങ്ങൾ. അപ്പോൾ നേരം രാത്രിയായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ക്രൂയിസിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. നാളെ വെളുപ്പിന് നമ്മൾ മുംബൈ പോർട്ടിലെത്തും. അതോടുകൂടെ നമ്മുടെ ക്രൂയിസ് ട്രിപ്പ് അവസാനിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലക്ഷദ്വീപിലേക്കുള്ള ഈ ഒരു ക്രൂയിസ് ട്രിപ്പ്. നമുക്ക് ഈ ക്രൂയിസിൽ നല്ല അക്കോമഡേഷൻ, അതുപോലെ തന്നെ നല്ല ഫുഡ്, അതുപോലെ തന്നെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഈ ക്രൂയിസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതുപോലുള്ള ഒരു ക്രൂയിസിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ക്രൂയിസ് വെക്കേഷൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ പോയി അവിടെ ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുന്നതിനുപരി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ഒരു ക്രൂയിസിൽ പോകുമ്പോൾ, ഒരു വെസലിൽ പോകുമ്പോൾ ഒരു 3-4 ദിവസം ഇതിലുള്ളൊരു 10,000-2,000 പേര് ഈ ഒരു വെസലിൽ പരസ്പരം മിങ്കിൾ ചെയ്ത് സംസാരിച്ച് കണക്ട് ചെയ്തൊക്കെയാണ് പോണത്. 10,000-2,000 പേരെന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടാവും, ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനും, അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക്, അതായത് ഫോറിൻ കൾച്ചറായാലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ കൾച്ചറായാലും അവർക്ക് അനുയോജ്യമായ, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റിയും, അതുപോലെ തന്നെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യൂസീൻസ് ക്രൂയിസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ളൊരു ചാൻസ് നമുക്ക് ഇങ്ങനെ ഉള്ളൊരു ക്രൂയിസ് വെക്കേഷനിൽ കൂടെ തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ ക്രൂയിസ് മുംബൈ പോർട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ ഒരു ക്രൂയിസ് ട്രിപ്പ്, ലക്ഷദ്വീപ് ക്രൂയിസ് ട്രിപ്പ് അവസാനിക്കുകയാണ്. ക്രൂയിസ് മുംബൈ പോർട്ടിലോട്ട് അടുക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഒരു കൗതുകമാർന്ന കാഴ്ചയാണ്. കുറച്ചധികം ആൾക്കാരുടെ എഫേർട്ട് അതിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.